എന്തിരീ കിടന്ന് കുഴിക്കുന്നത്? എടാ ഇത് ചേന എടുക്കുന്നടാ. ചേന ചൊറിയില്ലേ? ചേനയെന്ന് പറഞ്ഞാൽ ചെറിയില്ല, ചേന എടുത്ത് മുറിക്കുമ്പോഴേ ചെറിയ. നീ ചൊറിയാതെ പോടരുക്കെ. മിസ്റ്റർ മേസിയുടെ മറ്റൊരു ഓണ വിഭവത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന ഐറ്റം എന്ന് പറയുന്നത് കാളനാണ്. ഓക്കെ, നമുക്ക് അപ്പോൾ അതിൻ്റെ ചേരുവകൾ എന്താണെന്ന് നോക്കാം. ചേന, അപ്പോൾ നേരത്തെ ബംഗാളി ബാബ പറഞ്ഞ പോലെ തന്നെ ചേന നല്ലോണം ചൊറിയും. എനിക്ക് നല്ലോണം ചൊറിഞ്ഞ്, അതുകൊണ്ട് ചേന എടുക്കുന്ന സമയത്ത് എണ്ണ തടവിയിട്ട് വേണം ചേന മുറിക്കാൻ. കറുക്ക, അപ്പോൾ കറുക്ക എടുക്കുമ്പോൾ എപ്പോഴും ചേനയുടെ ഇരട്ടി എടുക്കണം കറുക്കായ. തേങ്ങ ചിരകിയത്, തൈര്, ജീരകം, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കടുക്, ഉപ്പ്, കുരുമുളക്, വറ്റൽമുളക്, പച്ചമുളക്, കറിവേപ്പില. അപ്പോൾ നമുക്ക് നേരെ കുക്കിങ്ങിലോട്ട് പോകാം. ഇട്ട് കൊടുക്കുക, ചേന ഇട്ട് കൊടുക്കുക, വെള്ളം ഒഴിച്ചു കൊടുക്കുക, മഞ്ഞളിട്ട് കൊടുക്കുക. മഞ്ഞൾ അല്പം കൂട്ടിയിട്ടാലും കുഴപ്പമില്ല, കാര്യം നമ്മുടെ ഈ കറിയുടെ കളറ് മഞ്ഞ കളറാണ്. കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുക, ഉപ്പിട്ട് കൊടുക്കുക. നമുക്ക് തീ എത്തിച്ചു കൊടുക്കുക. അപ്പോൾ അതൊരു 15 മിനിറ്റ് തിളക്കിയിട്ട് ആ സമയത്ത് നമുക്ക് തേങ്ങയെ ഒന്ന് അരച്ചെടുക്കാം. അതിലേക്ക് ജീരകം ഇട്ട് കൊടുക്കുക. നന്നായിട്ട് നമുക്കൊന്ന് അരച്ചെടുക്കാം. ഇപ്പം നമുക്കൊന്ന് തുറന്ന് നോക്കാം. 15 മിനിറ്റ് ആയിട്ടുണ്ട്. കഷ്ണങ്ങളൊക്കെ നല്ലോണം നിന്നിട്ടുണ്ട്. ഇനി അല്പം നേരം നമുക്ക് തുറന്ന് വെച്ച് വേവിക്കാം. ഒന്ന് വെള്ളം അല്പം ഒന്ന് വറ്റട്ടെ. അപ്പോൾ ഇതിലേക്ക് നമുക്ക് തേങ്ങ അരച്ചിട്ട് കൊടുക്കുക. നേരത്തെ വെള്ളം ചേർത്ത് അരയ്ക്കുന്ന കാര്യം പറഞ്ഞാൽ മറന്നുപോയി. വെള്ളം ചേർത്ത് വേണം അരയ്ക്കാൻ തേങ്ങ. ഇനി ഒരു 5 മിനിറ്റ് ഒന്ന് തിളക്കിട്ട് ഇതിലേക്ക് അല്പം നമ്മൾ മുളക് പൊടി ഇട്ട് കൊടുക്കുക. അല്പം കൂടി ഉപ്പ് ചേർത്ത് കൊടുക്കുക. തീ ഒന്ന് കുറച്ച് കൊടുക്കാം. നമ്മളെ പരുവായിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് തൈര് ഇട്ട് കൊടുക്കാം. തൈര് ഇട്ടുകൊണ്ടേ തീ അങ്ങ് ഓഫായിക്കോണം. നമുക്ക് തീ ഓഫ് ചെയ്യാം. നമുക്കിനി കടുക് പൊട്ടിക്കാം. എണ്ണ ഒഴിച്ചു കൊടുക്കാം. കടുക് ഇട്ട് കൊടുക്കുക. പച്ചമുളക് ഇട്ട് കൊടുക്കുക. കറിവേപ്പില ഇട്ട് കൊടുക്കുക.
അപ്പോൾ നിങ്ങൾ തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കേണ്ട ഒരു ഐറ്റം തന്നെയാണ്. അപ്പോൾ നമ്മൾ ടേസ്റ്റുള്ള കാളൻ ഉണ്ടായി കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഉടൻ തന്നെ മറ്റൊരു വിഭവമായി വരുന്നതായിരിക്കും. ബൈ ബൈ.